ഒന്നും അല്ലേ? നീ അറിഞ്ഞില്ലേ രവി വന്നിട്ടുണ്ട്? സുമാരാ ഒന്ന് മാറ്റാതിനെ. അത് ബ്രേക്കുള്ള വണ്ടിയാ, ഇതിന് ബ്രേക്ക് ഇല്ല. നാട്ടില് നിന്റെ പഴയ ഒരു ചങ്ങാതി വന്നിട്ടെന്ന് പറഞ്ഞിട്ട്. പഴയ ചങ്ങാതി? പണ്ട് നിന്നെ കുത്തിയിട്ട് പോയ രവിയില്ലടാ, രവി. എന്താ? ഒബ്ലാഞ്ചസ് ടെക്ലിപ്റ്റോസ്. ഒബ്ലാഞ്ചസ് ടെക്ലിപ്റ്റോസ്. എന്താ എന്താ വേണ്ടേ? സുനന്ദേച്ചി ഇല്ലേ? എന്തിനിപ്പോ സുനന്ദേച്ചി? ചേച്ചി എന്താ? ആ ഇനി മതി, അകത്തേക്ക് കയറിപ്പോ. നീ അല്ലേ സുനന്ദ പറഞ്ഞ 1 മണിക്കൂർ വ്യായാമം ചെയ്യണമെന്ന്? പറഞ്ഞനുസരിച്ചാ മതി. അകത്തേക്ക് കയറിപ്പോണ്ട് മനുഷ്യ. ഇതാ നന്നായി. ഓരെ കണ്ടാല സുരേഷിനെ പോലെ കല്ലിച്ചങ്ങ് നിന്നോളൂ. എന്താടി? മോരുണ്ടെങ്കി നാഴി മോര്. ഇവിടെ മോരൊന്നും ഇല്ല. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടെ ഇല്ല. എന്താടി മോര്? ഇത്തിരി മോര് കൊടുക്കാറുന്നില്ലേ അടുത്തേ? എന്താ? ഏയ് ഒന്നുമില്ല. ആ ആരെ എടുത്തിയോ? അല്ല മോര്. ആ പോയി. സുനന്ദക്ക് ഇപ്പോഴും എന്റെ സംശയിക്കണല്ലോ, പെണ്ണുങ്ങൾ കണ്ടാ വിടുവോ? ഞാൻ നടക്കാൻ പോകുമ്പോ ഇടയ്ക്ക് കാണും. ആ പാടത്തിനടുത്ത വീട് ഒറ്റയ്ക്കാ ഒരു വീട്ടില് രാത്രി. ആ പാവം. ഇതാ ഇവിടുത്തെ അരണ്യം. ഇവിടെ ജീവനുള്ള അരണ്യങ്ങളൊന്നുമില്ല അല്ലേ ചേച്ചി? ഇത് നീ ഇതുവഴി കാണിച്ചു തരട്ടെ. ഇതെന്താ കുളത്തിലാ കളി? എനിക്ക് നീന്തേണ്ട നേരായി. അയ്യോ ഞങ്ങളുടെ അരണ്യങ്ങള്. അരയന്നങ്ങളാ? എവിടെ? ഓ ഇതാണ് അരയന്നങ്ങൾ. ചെറിയച്ച എന്താ ഇത്? പാവം ശൈത്താൻ. ഏലം ഏലം ഏലേലം. നീന്താൻ അറിയില്ല സാധനത്തിന്. ഹിപ്പോപ്പൊട്ടാമസിനെ പോലെയുണ്ട്. ആഹാ ആഹാ ഒരു തമാശ ആയിട്ട് തരട്ടെ.
ഞാൻ പഠിപ്പിക്കാൻ നീന്തൽ. നിന്റെ ചെറിയമ്മ അരച്ചിട്ട് പറ്റിയിട്ടില്ല. പിന്നെയാണ് നീ ഞാനിപ്പോ മുങ്ങിപ്പോ കാറ്റുപോളി. അയ്യോ അയ്യോ ഓടി വന്നേ. അയ്യോ അറിയാൻ പാടില്ലാത്ത ആളാണ്. അയ്യോ പൊത്തിട്ട് പിന്നെ പോയി. അയ്യോ അയ്യോ ചത്തുപോകും. ഇത്തിരി വെള്ളം കുടിക്കട്ടെ, അപ്പൊ നീടാ പഠിച്ചോ. ഒരുമ്പട്ടവളെ എന്റെ ഗംഗേട്ടിനെ നീ എന്താണ് ചെയ്തേ? ആളെ കൊല്ലാൻ നോക്കുന്നുണ്ട് നീ. നിന്നെ ഞാൻ അടിക്കരുതാളെ. ഇവളെന്താ ചെയ്തെന്ന് അറിഞ്ഞോ ഏട്ടാ? എന്റെ ഗംഗേട്ടിനെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കി. നിലവിളി കേട്ട് ഞാൻ ഓടി ചെന്നില്ലായിരുന്നെങ്കിൽ ചത്തേനെ. ഞാനൊന്നും ചെയ്തില്ല, ട്യൂബിന് കാറ്റ് പോയതാ. കള്ളത്തെ പറയുന്നോടി. അടിക്കുകയാണെങ്കിൽ വടിയെടുത്ത് അടിക്കുക. ഇങ്ങനെ കുട്ടികളത്തല്ലേ? കുട്ടി ഇവളാരാ സാധനം ഏട്ടന് അറിയില്ല. അറിയാം, അവളെ അങ്ങനെ അടിക്കാൻ പറ്റില്ല. ഓ ഏട്ടന് നോവുന്നുണ്ടല്ലേ? നോവും എല്ലാവർക്കും അറിയാത്. അത്ര വലിയ ദണ്ണുണ്ടെങ്കിൽ പിന്നെ പണ്ട് പറ്റിച്ചു പോയാടി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇങ്ങോട്ട് വാ മനുഷ്യ. ഇരുന്നോളൂ. എന്താടി ഉണ്ടായേ? ഞാനും ലച്ചും ചിന്നും കൂടെ അരയന്നങ്ങളെ ഉണ്ടാക്കി കളിക്കുമായിരുന്നു. അപ്പോ അരയന്നങ്ങള്. എന്നിട്ട് എവിടെ ലക്ഷം ചെന്നു? അവരെവിടെ? അവരിവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രണ്ടിനും ഞാൻ ലച്ചു എങ്ങടാ പോയേ? ലച്ചു നീ വിഷമിക്കേണ്ട, അവർ ഇവിടെ എവിടെയെങ്കിലും കാണും. നീ അകത്ത് പോയി നോക്ക്. ചിന്നോ ചിന്നു ചിന്നു വന്നോന്നറിഞ്ഞു. രാവിലെ വീട്ടിൽ വന്നു, കണ്ടില്ല. ദൂരെ എന്തെങ്കിലും ഒരു നോക്ക് കണ്ടിട്ടേ പോന്ന് വെച്ച് ഞാൻ വന്ന കാര്യം സുനന്ദേച്ചി പറഞ്ഞില്ലേ? ഞാൻ ചിന്നുനെ ആ പേര് മറന്നില്ലല്ലോ, എന്നെ മറന്നില്ലല്ലോ. ചിന്നു, ആ വിളി കേൾക്കാൻ എത്ര നാളെ ഞാൻ ചെവിയോർത്തിരിക്കണമെന്നറിയോ? ചിന്നു എൻ്റെ മോളുടെ പേരാ. 2 കുട്ടികളാ എനിക്ക്. മൂത്തത് ലച്ചു, രണ്ടാമത്തവള് ചിന്നു. നിന്റെ ഓർമ്മയ്ക്ക് കളിപ്പേരോർത്തു എന്നെ മറന്നു പോയപ്പോ കാത്തിരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ മറന്നു പോയല്ലേ. നീ ഇപ്പോഴും കാത്തിരിക്കാണ്. വരും, ചിന്നൊന്ന് വിളിക്കും. കാത്തിരിക്കാണ്. दोनों उधर है। वो രാഗിണി ചിന്നു അവളുടെ പേരാണല്ലേ? കണ്ണു